നമസ്കാരം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ക്ഷേമബത്ത കുടിശ്ശിക 6 ഗഡുക്കളായി ഉയരുമ്പോഴും കുടിശ്ശികയില്ലാത്ത ഒരു വിഭാഗം കേരളത്തിലുണ്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. സംസ്ഥാനത്തെ ജഡ്ജിമാരും IAS-കാരും IPS-കാരുമാണ് ക്ഷേമബത്ത കുടിശ്ശികയില്ലാത്ത ഭാഗ്യവാന്മാർ. ക്ഷേമബത്ത കൃത്യമായി ഇവർക്ക് നൽകുന്നതിൽ ജാഗ്രത പുലർത്തുന്നുമുണ്ട്. ക്ഷേമബത്ത അനുവദിക്കുന്നതോടൊപ്പം അതിൻ്റെ കുടിശ്ശികയും ബാലഗോപാൽ ഇവർക്ക് അനുവദിക്കും. ജീവനക്കാരെ 2 തരത്തിലാണ് കാണുന്നത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾക്കുള്ളത്. കേന്ദ്രം ക്ഷേമബത്ത അനുവദിക്കുന്ന മുറയ്ക്ക് ജഡ്ജിമാർക്ക്, സംസ്ഥാനത്തെ IAS-കാർക്ക് IPS ഉദ്യോഗസ്ഥർക്കുമാണ് ലഭിക്കാൻ അത് അർഹതയുണ്ടെന്നുള്ള ന്യായം. കേന്ദ്ര സർക്കാർ ക്ഷേമബത്ത അനുവദിക്കുന്ന മുറയ്ക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജീവനക്കാർക്കും ക്ഷേമബത്ത അനുവദിക്കാറുണ്ട്. കേരളത്തിൽ മാത്രമാണ് ക്ഷേമബത്ത കുടിശ്ശിക അനന്തമായി നീളുന്നത്. പ്രഖ്യാപിച്ച ക്ഷേമബത്ത കുടിശ്ശിക നൽകാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനവും കേരളമാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുവാൻ തിരക്കിട്ട നീക്കം. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കൊപ്പം സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ജീവനക്കാർക്കും ക്ഷേമബത്തയും ക്ഷേമാശ്വാസവും അടക്കം വിതരണം ചെയ്യുവാൻ സർക്കാർ നടപടി ആരംഭിച്ചു. സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ കൈപ്പറ്റുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിവിധ ഇനങ്ങളിലായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ക്ഷേമ പെൻഷൻ തുക 2500 ഉയർത്തുമെന്നുള്ള സർക്കാർ വാഗ്ദാനം നിലവിലുള്ളതിനാൽ നിലവിലത്തെ ക്ഷേമ പെൻഷൻ തുക 1600 രൂപയിൽ നിന്ന് 1700 രൂപയിലേക്കുള്ള വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള വർധനവ് ഉണ്ടായേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പും പുറത്തു വരുന്നുണ്ട്. ഗുണഭോക്താക്കൾക്ക് ഇനി നവംബർ മാസത്തെ, അതായത് തനത് മാസത്തെ തുകയും ഡിസംബർ മാസത്തിലെ ഒരു ഗഡുവും കൂട്ടിച്ചേർത്ത് 2 ഗഡുക്കൾ 3200 രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല.